ഞങ്ങളിനി പറയാൻ പോകുന്ന കാര്യം വൈദ്യുതി മാത്രം അറിഞ്ഞാൽ മതി. വിഡ്ഢി, നിന്നോട് ആരെപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പോയി മുത്തങ്ങ പറിച്ചോണ്ട് വരിക. വൈദ്യരെ, അതിയായ വയസ്സപ്പെട്ടു വൈദ്യരെ, കഴിക്കാൻ എന്തെങ്കിലും. സുഭദ്ര ഇല്ലേ എങ്ങനെ പുറത്ത്? പോയിട്ട് എന്തെങ്കിലും വാങ്ങി കഴിക്കുക. ചെല്ലുക, നിക്ക. ഇനി ഞാൻ വിളിക്കുമ്പോ വന്നാ മതി ഇവിടേക്ക്. മനസ്സിലായോ? ഇനി നിങ്ങൾ പറയാ. ഞങ്ങൾ പറയാൻ പോകുന്ന ഞാൻ മാത്രമേ അറിയൂ, ബാക്കി പറ. അച്ഛന്റെ മൂത്ത മോളാണ് പത്മിനി. ഈ ഏട്ടന്റെ ഭാര്യ അംഗനവാടി ടീച്ചറാ. രണ്ടാമത്തത് സുമലത, അതായത് എൻ്റെ ഭാര്യ. അച്ഛന് 500ഓളം തെങ്ങോളും പാടത്തോട് ചേർന്ന് നിൽക്കുന്ന 3500ഓളം കവുങ്ങോളും പിന്നെ പലജാതി മരങ്ങൾ നിൽക്കുന്ന സ്ഥലം വേറെയും എല്ലാം കൂടി ചേർത്ത് 15 ഏക്കറിൽ കൂടുതൽ കാണും. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? അച്ഛനൊരു ജാരസന്തതി ഉണ്ട്. സ്വത്തുക്കളൊക്കെ അവന്റെ പേരിലാക്കാനാണ് സാധ്യത, അല്ലേ? അതേ വൈദ്യരെ, അതുകൊണ്ട് പത്നിയും സുമിതയും പറയുന്നത് കൊല്ലണം. 50 ഏക്കർ തെങ്ങും പാടവും കവുങ്ങും ഇനി കാത്തിരുന്ന ആ സ്വത്ത് മുഴുവൻ ആ ജാരസന്തതിക്ക് എഴുതി കൊടുക്കുക കിളവൻ. അതെ, ഇപ്പൊ ഞാൻ മാത്രമേ ശശിയായിട്ടുള്ളൂ. ഇങ്ങനെ പോയാ നമ്മളെല്ലാരും ശശിയാവും, അല്ലേ? എന്നാലും എന്താ മനുഷ്യ ആലോചിക്കുന്നത്? അതല്ല, ആ ജാരസന്തതി ആരായിരിക്കും? ഓ, അത് ആരും ആയിക്കോട്ടെ, സ്വത്ത് നമ്മുടെ പേരിലാവണം. അതിനെന്താ വഴി നോക്കും? അതിനൊരു വഴിയേ ഉള്ളൂ. അച്ഛനറിയാതെ വിൽപ്പത്രം ഉണ്ടാക്കി ഒപ്പിടിക്കുക. ശ്വാസം മുട്ടലുള്ളതല്ലേ, ആ ശ്വാസം അങ്ങ് മുട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാ, അല്ലെങ്കിൽ നമ്മൾ അകത്താവും. വക്കീൽ യൂദാസിനെ കാണാൻ പോകുന്നുണ്ട്. യൂദാസോ? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ഒരു പെശക്. ദാസ് എന്ന പേര് യു അയാളുടെ ഇനീഷ്യലാണ്. മക്കളെ, അച്ഛൻ വിളിക്കണോ? തപ്പില്ലേ? അമ്മേ, അച്ഛൻ്റെ അടുത്താണോ പോണമ്മ? ചേട്ടാമ്മ, മോള് ഇവിടെ തന്നെ നിന്നേക്ക്. രവിയെ, എന്താച്ചാ? നമ്മുടെ തെങ്ങുന്തോ പോയി. അതെനിക്കുള്ളതാണോ? അത് നിനക്കുള്ളതല്ല. ആ രാജപ്പനെ കൂടെ കൂട്ടിപ്പോയി. ആ തേങ്ങ മുഴുവൻ വെക്കില്ല. പിന്നെ ആ കാര്യത്തിനെയും കൂടെ വേണേ ഒന്ന് കൂട്ടിക്കോ. ഞാൻ പോയാൽ ഇതുപടി നോക്കാൻ ആരുമില്ലല്ലോ. അതുകൊണ്ടല്ലേ മാഷ് ഞങ്ങളെ വേഗം പറഞ്ഞു വിടാൻ നോക്കുന്നത്.